സനീഷേ എന്തോ നിനക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലേ എന്നോട് നടക്കണ്ട. ഞാൻ പറഞ്ഞു എന്നോട് നടക്കാനായിട്ട്. അക്ഷർ ചന്ദ്രൻ അങ്ങനെ സംസാരിക്കരുത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങളോട് നടക്കുന്നവരാ ഞങ്ങൾ. അങ്ങനെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം മാത്രം പറയരുത് കേട്ടോ. ചേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഉടനെ അതങ്ങ് സീരിയസ് ആക്കി എടുത്ത്. നിങ്ങളല്ലേ എൻ്റെ ബലം. ഒരുത്തും വരുന്നുള്ളൂ. നീ ആ റിസീവിറ്റിങ് എടുത്ത് ഇന്നത്തെ പിരിവ് അവനിൽ തുടങ്ങാം. അക്ഷർ അതെന്നെ പോകാൻ പോകുന്നു. അവിടെ നിന്നേ. എന്താ എന്താ കാര്യം? അടുത്ത മാസം പാർട്ടിയുടെ ജനനന്മ യാത്ര ഉണ്ട്. അതിന് ഞാൻ എന്നാ വേണം? അതെന്നാ വർത്താനം ശശി പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ പാർട്ടി യാത്രയൊക്കെ നടത്തുന്നത്? വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിനെതിരെയായി ഈ യാത്ര അല്ലേ? നിങ്ങൾ ഈ യാത്ര നടത്തിയിട്ട് ജനങ്ങൾക്ക് എന്നാ പ്രയോജനം? ഈ യാത്ര കഴിഞ്ഞ് അടുത്ത യാത്രക്ക് എന്നാ പേരാ ഇടുന്നത്? നല്ല ഒന്നാം തരം മലയാളം നിഘണ്ടു മേടിച്ചു വെച്ചിട്ടുണ്ട്, അറിയോ? നിങ്ങൾ ഒരു യാത്ര കൂടി നടത്തിയ ഈ നാട് രക്ഷപ്പെടും. അതെന്നാ യാത്രയാ? അന്ത്യയാത്ര. ശശി പിരിവിനെ തന്നാ മതി. ആലോചിക്കാം. മതി, ആലോചിച്ചിട്ട് മതി. എന്നാ വേടാ പോയേക്കാം. ആൾക്കാർക്ക് വിവരം വെച്ചു തുടങ്ങി. തുടക്കം തന്നെ പാളിയേ. ഒരെണ്ണം പോയാൽ 9 എണ്ണം വരും. ഇത്ര നാള് ചന്ദ്രൻ ജീവിച്ചതേ മേലനങ്ങാതെയാ. ഇനി അങ്ങോട്ട് ഒരു പണിയും ചെയ്യാൻ ജീവിക്കും. ചന്ദ്രേട്ടോ, അവൻ വരുന്നാരാന്ന് നോക്കിയേ. നമ്മുടെ സത്യനല്ലേ അത്? അവൻ സത്യം തന്നെയാ. അവനെ കാണാതെ പോകുന്നത് ആ ബുദ്ധി. അതെന്താ? കൂടി അവൻ പിടിച്ച് മേടിക്കുമെന്ന്. എന്നാലും നമുക്കൊന്ന് നോക്കിയേക്കാം. എങ്ങോട്ടാ എല്ലാരും കൂടെ? എല്ലാം പിരിവാണോ? ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിരിവിനല്ല നിങ്ങൾ ഈ വഴിക്ക് വരേണ്ട യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. നിന്റെ ഒരു കാര്യം പോടുന്നു എല്ലാം മനസ്സിലാക്കി കളഞ്ഞ്. ഇനി നിന്റെ ഇന്ന് പിരിവ് വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്നാത്തിനാ ഈ പിരിവ്? പാവങ്ങളെ സഹായിക്കാൻ. എല്ലാരും തന്നോ? ആരാ തരാത്തത്? എല്ലാരും തന്നെ. ഇതാ കണ്ടോ? ഏതായാലും പാവങ്ങൾക്ക് വേണ്ടിയല്ലേ പിരിക്കുന്നത്. അതിങ്ങി തന്നേര്. ഞാനും ഒരു പാവമല്ലേ, പഞ്ചപാവം. ചില്ലറ ഇല്ലായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഉള്ളതും കൂടി അവൻ ഊറ്റിക്കൊണ്ട് പോകുമെന്ന്. അതെ.